അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ സിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കൊല്ലം ജില്ലയിലെ ചക്കുവള്ളി മയ്യത്തുങ്കര എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. മയ്യത്തുങ്കര ശുഹദാക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാന്മാരായ ശുഹദാക്കളുടെ മഖ്ബറക്ക് മുമ്പിലാണുള്ളത്. ഇതാണ് മഹാന്മാരായ മയ്യത്തുങ്കര ശുഹദാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം. ഈയൊരു മഖ്ബറക്കുള്ളിൽ ഒരു മഹാൻ്റെ ഖബർ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ഇവരെ കൂട്ടത്തിലുള്ള ശുഹദാക്കൾ ഈ ഒരു മക്കാമിൻ്റെ തൊട്ട് മുമ്പിലുള്ള ഈ ഒരു കട, ഈ കടൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് ഇവരുടെ കൂട്ടത്തിലുള്ള ശുഹദാക്കളെ നമുക്ക് കാണാൻ കഴിയും. ഇതാണ്ടല്ലോ, ഇവിടെ വേറെയും ശുഹദാക്കളുണ്ട്. അങ്ങനെ പ്രത്യേകം അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇത് അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മഖ്ബറയാണ്. അവിടെ കാണുന്നത് ഇവിടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മഹാൻ്റെ മഖ്ബറയാണ്. അതേപോലെ തന്നെ കാണുന്നത്, അതേപോലെ തൊട്ടപ്പുറത്ത് കാണുന്നത്. ഇങ്ങനെ ഈയൊരു പറമ്പിൽ മൈതാനിയിൽ 4 ശുഹദാക്കളുടെ മക്കാമുണ്ട്. ആ പള്ളിക്ക് മുമ്പിലായിട്ട് കാണുന്ന ആ മഖ്ബറക്കുള്ളിലും ഒരു ശുഹദായിൻ്റെ മഖ്ബറയുണ്ട്. ഇങ്ങനെ 5 ശുഹദാക്കൾ അടങ്ങുന്ന ഒരു സ്ഥലമാണ്. മയ്യത്തുങ്കര ശുഹദാക്കൾ എന്നാണ് ഇവിടേക്ക് പറയാം. പ്രസിദ്ധമായ മഖ്ബറയാണ്. പള്ളിയും അതുപോലെ തന്നെ അതിന് തൊട്ട് മുമ്പിലായിട്ട് റോഡ് സൈഡിലായിട്ട് ആണ് ഇവിടുത്തെ മക്കാം സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു തൊട്ട് മുമ്പിൽ കാണുന്ന ഈ ഒരു വിശാലമായ ഒരു പറമ്പിൽ മറ്റു 4 ശുഹദാക്കളുടെ മഖ്ബറയും നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ സാധാരണ ആളുകൾ സിയാർത്ത് ചെയ്യുന്നത് ആ റോഡ് സൈഡിലുള്ള മക്കാമിലാണ്. അവിടെ വന്ന് സിയാർത്ത് ചെയ്തിട്ട് അങ്ങനെ പോകലാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ആ മക്കാമിലേക്ക് പോകാം, മെയിൻ മക്കാമിലേക്ക് പോകാം. ഇവിടെ ഈ വഴി പോകുന്ന ഒരുവിധം ആളുകളൊക്കെ ഇവിടെ ഉണ്ടല്ലേ, മക്കാമിൽ ഒരു ദാനം കൊടുത്തിട്ടാണ്, അവരുടേതായ സ്വതക്കകൾ കൊടുത്തിട്ട് ഇവിടുന്ന് വണ്ടിക്കാരും മറ്റൊക്കെ ആളുകൾ സ്വതക്ക കൊടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പൈസ എറിയുന്ന ആളുകളുണ്ട്. ഇവിടെ കൊണ്ടിട്ട് ഒരു ബർക്കത്തെടുത്തിട്ടാണ് സാധാരണ ആളുകളൊക്കെ പോകുന്നത്. മാഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും യാ ശുഹദാ അല്ലാഹ്. മയ്യത്തുങ്കര ദർഗാ ശരീഫ് ഇതല്ല, റോഡ് സൈഡിലാണ്. നമുക്ക് കയറിയിട്ട് സിയാറത്ത് ചെയ്യാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും യാ അഹ്ല ശുഹദാ. പരിശുദ്ധമായ ദീനിൻ്റെ പ്രചരണത്തിനെത്തി അടരാടി പോരാടി ലോകത്തോട് വിട പറഞ്ഞ ശുഹദാക്കളാണ് എന്നാണ് ഇവരെക്കുറിച്ച് പറയപ്പെടുന്നത്. വ്യക്തമായ രൂപരേഖകളൊന്നും ആർക്കും അറിയില്ല. മകരം 21 ഇവിടെ പ്രത്യേകമായ സിയാറത്തിന് ആളുകൾ വരാറുണ്ട്. ചന്ദനം മണക്കുന്ന അന്തരീക്ഷം എന്നൊക്കെ ഇവിടത്തെക്കുറിച്ച് പറയുന്നത് കേൾക്കാം നമുക്ക്. എല്ലാ വർഷവും ഇവിടുത്തെ ആണ്ട് നേർച്ച വിപുലമായി നടക്കാറുണ്ട്. ദിക്ർ ഹൽക്കയും കുത്തുബിയ്യത്ത് വാർഷികവുമൊക്കെ ഈ മഹത്തായ മഖ്ബറക്ക് കീഴിലായിട്ട് നടന്നു വരുന്നുണ്ട്. നാനാജാതി മതസ്ഥർ, മുസ്ലിങ്ങൾ മാത്രമല്ല, ഇതുവഴി പോകുന്ന നാനാജാതി മതസ്ഥർ അവർ ഇവിടെ വന്നൊന്ന് തൊഴുത്, മുസ്ലിമീങ്ങൾ ഇവിടെ വന്നൊന്ന് സിയാറത്ത് ചെയ്ത് അവരാൽ കഴിയുന്ന സ്വതക്കകൾ ഇവിടുത്തെ വഞ്ചിയിലിട്ടുകൊണ്ടാണ് എല്ലാ മതസ്ഥരായ ആളുകളും പോകുന്നത്. രാവിലെ പണിക്ക് പോകുന്നവരാണെങ്കിലും യാത്ര ചെയ്യുന്നവരാണെങ്കിലും ബസ്സിൽ പോകുന്നവരാണെങ്കിൽ ബസ്സിൽ നിന്ന് ഇങ്ങോട്ട് അവരുടെ നേർച്ച എറിഞ്ഞു കൊടുക്കാറുണ്ട്. അതേപോലെ ഇതുവഴി യാത്ര പോകുന്ന എല്ലാ മതസ്ഥരും ഇവിടെ ഇറങ്ങിയിട്ട് അവരുടെ വിശ്വാസപ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്ത് പ്രാർത്ഥിച്ച് മടങ്ങുന്ന ഒരു സുന്ദരമായ കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയും.
അല്ലാഹു തആല ഇവിടെ വരാനും സിയാറത്ത് ചെയ്യാനൊക്കെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. إلى حضرة النبي المصطفى محمد صلى الله عليه وسلم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹ്മാനും റഹീമുമായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ അല്ലാഹ്, ഞങ്ങളുടെ ഈ സിയാറത്തുകളെ കബൂലാക്കണേ അല്ലാഹ്. ഇതിൻ്റെ മിസ്ൽ സവാബിന് ഇവിടെ മറവട്ട് കിടക്കുന്ന ഈ മഹാന്മാരായ നിൻ്റെ ശുഹദാക്കളുടെ ഹദറാത്തുകളിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഈ മഹത്തുക്കളുടെ ദറജകളെ നീ ഉയർത്തണേ അല്ലാഹ്. ഇവിടുത്തെ മദതും സഹായവും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഈ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഖൽബും മനസ്സും നീ നന്നാക്കി തരണേ അല്ലാഹ്. ഈമാനും ഇഖ്ലാസും തഖ്വയും ഞങ്ങൾക്ക് നീ ഏറ്റി തരണേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പൊറുക്കണേ റഹ്മാനെ. പടച്ചവനെ എല്ലാ ആഫാത്ത് മുസീബത്തുകളെ തൊട്ടും അപകടങ്ങളെ തൊട്ടും മാരകമായ രോഗങ്ങളെ തൊട്ടും പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും നീ കാക്കണേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ മനസ്സിലുള്ള ഹൈറായ ഉദ്ദേശങ്ങളെ നീ ഹാസ്വിലാക്കി തരണേ അള്ളാഹ്. പടച്ചവനെ, മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണേ അള്ളാഹ്. ജോലിയില്ലാത്തവർക്ക് ഹൈറായ ജോലി നൽകണേ അള്ളാഹ്. പടച്ചവനെ, വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നീ അടുപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആളുകൾ, അള്ളാഹുവെ, അതുപോലെ തന്നെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെയും വീട്ടാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് മുഅ്മിനീങ്ങളുടെ അവരുടെയൊക്കെ ഹൈറായ ഉദ്ദേശങ്ങൾ നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ. വീടില്ലാത്തവർക്ക് ഹൈറായ വീട് നൽകണേ അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ്. പടച്ചവൻ എല്ലാ നിലക്കും റാഹത്തും സന്തോഷവും നൽകണേ അല്ലാഹ്. പടച്ചവനെ, പലരും രോഗികളായിട്ട് വിഷമിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെയും നീ ആജിലായ ശിഫ ഈ മഹാന്മാരുടെ ശുഹദാക്കളുടെ ബർക്കത്ത് കൊണ്ട് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. മാരക രോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെയും നീ സലാമത്താക്കണേ റഹ്മാനെ. അല്ലാഹുവെ, ജീവിക്കൽ ഹൈറാകുന്ന കാലമത്രയും ആഫിയത്തോടെ റാഹത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് മരിക്കൽ ഹൈറാകുന്ന സമയം കാമിലായ ഈമാനോടെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് സ്വർഗം കണ്ട് പുഞ്ചിരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി വിട പറഞ്ഞ് നാളെ സ്വർഗത്തിൽ ഈ മഹാന്മാരോടൊപ്പം ശുഹദാക്കളോടൊപ്പം ഹബീബായ തങ്ങളുടെ ജിവാറിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.